ഹായ് ഡിയേഴ്സ്, അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ ഇങ്ങനെ സുഖമായിക്കൊണ്ട് വരുന്നതെന്ന് പറയാം. ഈ ആളെ പിടിച്ചു കുലിക്കണ പനി എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പം ശരിക്കും അനുഭവിച്ച് എൻ്റെ ജീവിതത്തിൽ ഞാനിങ്ങനെ പനിച്ചിട്ടില്ല. ഇവിടെ ഏട്ടനാണ് ആദ്യം പനി കൊണ്ടുവന്ന ആൾ. ഏട്ടനെ ഒന്നൊന്നര ആഴ്ച എടുത്ത് പനി മാറാട്ടോ. പക്ഷേ ഇത്ര സീരിയസ് ആയിട്ട് പനി വന്നില്ല. പിന്നെ ഞാനും ശിഖമോളും ഒരുമിച്ച് പനിച്ച് കിടന്ന് അത് കഴിഞ്ഞ് ഇപ്പം നന്ദൂട്ടന് പനിയായി. പനി കഴിഞ്ഞ് ഇപ്പം തൊണ്ടവേദനയും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോ അങ്ങനെ തട്ടിമുട്ടി അങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം പനി ഇങ്ങനെ പിടിച്ചെന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു സ്ഥിതിയിലാണുള്ളത്. ഞാനാണ് വല്ലാണ്ട് ബുദ്ധിമുട്ടിപ്പോയത്. ശ്വാസം മുട്ടലും അതിൻ്റെ കൂടെ ഒരു ചുമ എന്ന് പറഞ്ഞാലും പോരാ, ഒരു അക്ഷരം മിണ്ടിക്കഴിഞ്ഞാൽ പിന്നെ നിർത്താണ്ടുള്ള ചുമയാണ്. അലർജീൻ്റെ ചുമയാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ചുമച്ച് തൊണ്ട പൊട്ടി ഇൻഫെക്ഷനായി. അങ്ങനെ ഒരു കഥ അതൊന്നും ഇനിയിപ്പോൾ എണ്ണി പറയാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നെഗറ്റീവിലേക്ക് പോകും. ഞാൻ തന്നെ വെറുത്തുപോയ കുറേ ദിവസങ്ങൾ എനിക്ക് കടന്നു പോയത് കേട്ടോ. അപ്പോൾ ഇന്ന് നിങ്ങളോട് ഇപ്പോൾ എന്തായാലും കുറച്ച് സന്തോഷ വർത്താനങ്ങളൊക്കെ പറയാനുണ്ട്. ഒരു ഉഷാറൻ വ്ളോഗുമായിട്ടാണ് വന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മളെ വീഡിയോയിലേക്ക് കിടന്നാലോ? ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫീൽ ഗുഡ് മോം. അപ്പോൾ എന്തായാലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് തന്നെ തുടങ്ങുന്ന പരിപാടി അല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിച്ചടയാണ് കേട്ടോ. ഈ ഒഴിച്ചട നമ്മൾ മൈദ വെച്ചിട്ടും ചെയ്യും, അതുപോലെ അരിപ്പൊടി വെച്ചിട്ടും ചെയ്യട്ടെ. നമ്മളെ പത്തിരിപ്പൊടി ഉണ്ടല്ലോ, പത്തിരിപ്പൊടി വെച്ചിട്ടും ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ഇന്ന് പത്തിരിപ്പൊടി രാവിലെ തന്നെയല്ല, അപ്പം മൈദ വെച്ചിട്ട് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പത്തിരിപ്പൊടി ഉണ്ടേനി കുറച്ച്, അപ്പോൾ അത് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണത്. മധുരത്തിലാണ് ചെയ്യണത്. ഇത് എരിവിലുള്ള അട ഉണ്ടാവുമല്ലോ, എരിവട എന്ന് പറഞ്ഞിട്ടില്ല, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. തേങ്ങയും ചെറിയുള്ളിയും പിന്നെ ചെറിയ ജീരകമൊക്കെ ഇട്ടിട്ട് നമ്മൾ ഒരു വ്ളോഗിൽ അത് കാണിക്കും ചെയ്തിന് കേട്ടോ, അട ഉണ്ടാക്കണത്, എരിവട ഉണ്ടാക്കണത്. അപ്പോൾ ഇനി ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ വേണമെങ്കിൽ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ മധുരത്തിലുള്ള അടയാണ് ഉണ്ടാക്കിയത്. നമ്മളെ ഈ പത്തിരിപ്പൊടി കുറച്ചൊരു ഇളം ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഒരു ഇളം ചൂടുവെള്ളത്തിൽ ഒന്ന് നല്ല ഈ ഒഴുകുന്ന ആ ഒരു രീതിയിൽ ഇട്ടാം. അധികം ലൂസായി ഇങ്ങനെ ഒലിച്ചു പോകുന്ന ആ ഒരു ഇതിലും പാടില്ല. എന്നാൽ ഏകദേശം ഒന്ന് ആ ഒരു പരുവത്തിൽ ഇതുപോലെ ഒന്ന് കലക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് ഫില്ലിങ് വെച്ചിട്ട് നമ്മൾ തേങ്ങയും ശർക്കരയൊക്കെ ഇട്ടിട്ടുള്ള ഏലക്കായും ചെറിയ ജീരകമൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു ഫില്ലിങ് വെച്ചിട്ട് ഇതിൽ പഴവും ചേർക്കും കേട്ടോ. ആ ഒരു ഫില്ലിങ്ങിൽ വേണമെങ്കിൽ നമുക്ക് പഴം വാട്ടിയിട്ട് നെയ്യൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ പിന്നെ അട ഉണ്ടാക്കി തരാൻ നമ്മളെ മലയാളികളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ഇന്നത്തെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നുള്ളത് പറയുന്ന കൂട്ടത്തിൽ കുറച്ചൊന്ന് വിസ്തരിച്ചെന്നുള്ളൂ കേട്ടോ. അഥവാ ഇത് മറന്നു പോയ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു നൊസ്റ്റു അടിക്കുന്ന ഒരു റെസിപ്പിയാണല്ലോ നമ്മൾ ഈ അട എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ അതൊന്നും അങ്ങനെ വിസ്തരിച്ച് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അടയൊക്കെ നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് കിട്ടിയിരിക്കണം. നല്ല പൂ പോലെ തട എന്ന് പറയില്ലേ, അങ്ങനെ നല്ല പൂ പോലെ തടയാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അട എന്ന് പറയില്ല, അങ്ങനെയുള്ള നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടോ അട. അപ്പോൾ അങ്ങനെ മക്കളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പാണ്. ടി വിയും കണ്ടുകൊണ്ട് ഇങ്ങനെ എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെയൊക്കെ ആയിരിക്കില്ലേ. അപ്പോൾ നന്ദൂട്ടനാണെങ്കിൽ 9 മണിക്കാണ് വണ്ടി വരിക. പക്ഷേ ഓനൊരു 8:30 ആകുമ്പോഴത്തേക്ക് എന്നെ മാറ്റി റെഡിയായി ഒരുങ്ങി നിൽക്കും കേട്ടോ. എന്നാലും ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. അതിപ്പോൾ എവിടെ പോവുകയാണെങ്കിലും ആദ്യമേ ഒരുങ്ങി റെഡിയായി ഇങ്ങനെ നിൽക്കണം, എന്നാലാണ് ഓനൊരു സമാധാനം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ശിഖമോളെ കുളി അതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞ് ശിഖമോൾ അതിന് നേരെ തല തിരിച്ചാണ് കേട്ടോ. അങ്ങ് അവസാനമാകുമ്പോഴാണ് കുളിക്കാനും ഇതിനൊക്കെ മാറ്റാനൊക്കെ പോവുള്ളൂ. അപ്പോൾ അങ്ങനെ ശിഖമോളയും കുളിയൊക്കെ കഴിഞ്ഞ് കുറേ ദിവസത്തിന് ശേഷം സ്കൂളിൽ പോണതാണ് കേട്ടോ, പനിയൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ അച്ഛൻ കൊണ്ടാക്കി തരണമെന്ന്, ഞാൻ വണ്ടി പോവില്ല എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ കൊണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഓരോരുത്തരെ വഴിക്ക് അങ്ങോട്ട് പോയി. അപ്പോൾ ഏട്ടന് ഇന്ന് പണിയില്ല കേട്ടോ. ഏട്ടന് 2-3 സൈറ്റ് ചെന്ന് നോക്കാനുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് വേഗം തിരിച്ചിങ്ങോട്ട് പോരും. അപ്പോൾ ഞാൻ എന്താക്കി, നമ്മളെ കുളിയും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കഴിച്ച് അത് കഴിഞ്ഞാൽ തന്നെ ഒരു ഉഷാറാണല്ലേ. രാവിലെ തന്നെ ആ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് എന്താ പറയുക, നമ്മളെ തന്നെ കാണുമ്പോൾ ഒരു പ്രസൻറ്റബിൾ ആയിട്ട് നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു ഉഷാറ് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മളെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഇപ്പം ഞാൻ ഗ്ലിസറിനും റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ടോണർ ആക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു ക്ഷീണമൊക്കെ തോന്നുന്ന സമയത്ത് ഒന്ന് നമ്മൾ ഡൗൺ ആവുന്ന സമയത്ത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ നല്ലൊരു ഉന്മേഷം കിട്ടും. അപ്പോൾ അതെനിക്ക് നല്ലതായിട്ട് തോന്നിട്ടോ. ഗ്ലിസറിൻ കുറച്ചൊന്നും നമ്മൾ എന്താ പറയുക ഒരു എണ്ണമെഴുക്ക് പോലെ ഉണ്ടാവും നമ്മളെ മുഖത്ത്, എന്നാലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് റെഡി ആവും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കുറച്ചും കൂടി റോസ് വാട്ടർ കുറച്ചധികം ആഡ് ചെയ്തിട്ട് അങ്ങനെ ഒരു ടോണറാക്കി എടുത്താൽ മതി. അപ്പോൾ അങ്ങനെ മോയ്സ്ചറൈസറും ടോണറും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസർ പിന്നെ മുഖത്തിടേണ്ട ആവശ്യമില്ല, കയ്യിലും കാലിലൊക്കെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്ത് ടോണറിൽ ആ ഒരു ഗ്ലിസറിൻ തന്നെ നല്ലൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ടോണറും സ്പ്രേ ചെയ്ത് നമ്മളെ രാവിലത്തെ ആ ഒരു സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞ് അത് കഴിഞ്ഞാൽ പിന്നെയുള്ള പരിപാടി അടിച്ചു വാരി ഇടുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അടിച്ചു വാരലും കാര്യങ്ങളൊക്കെയാണ്. ആ ഒരു രാവിലത്തെ ആ ഒരു ക്വിക്ക് ക്ലീനിങ് കൂടി കഴിഞ്ഞാൽ പിന്നെ ഉച്ചവരെയുള്ള കാര്യങ്ങളൊക്കെ റെഡിയായി, ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ ആ ഒരു രാവിലത്തെ ആ ഒരു സമയത്ത് തന്നെ റെഡിയാക്കി വെക്കും കേട്ടോ. പിന്നെ ഒരു ചോറും കറിയും ഒരു ഉപ്പേരിയല്ലേ വേണ്ടു.
പിന്നെ മീനൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പൊരിക്കണം, അത്രയല്ലേ പണിയുള്ളൂ. അപ്പോൾ അത് ആ ഒരു രാവിലത്തെ സമയത്ത് തന്നെ അങ്ങോട്ട് ചെയ്ത് വെക്കും കേട്ടോ. അത് കഴിഞ്ഞിതാ നമ്മൾ ഈ അടിച്ച് വാരലും കൂടി അങ്ങോട്ട് കഴിഞ്ഞ് എല്ലാ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വാരി വലിച്ചിട്ട് ഉറപ്പായിട്ടും ഉണ്ടാവും കുട്ടികൾ സ്കൂളിലൊക്കെ പോയി ആ ഒരു ജഗബൊഗയിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് മാക്സിമം ഒരു 15 മിനിറ്റ് ഒക്കെ എടുക്കുള്ളൂ കേട്ടോ അതിന്. അപ്പോൾ അതങ്ങോട്ട് എടുത്ത് വെച്ച് ഒന്ന് അടിച്ച് വാരി കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് ഒരു ഭാഗത്ത് നമ്മളെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇരിക്കാൻ പറ്റും. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് കുത്തിരിക്കാൻ സമയമില്ല, നമുക്ക് വടകര വരെ ഒന്ന് പോകാനുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടപ്പോൾ വരും, അപ്പോഴത്തേക്ക് നമ്മൾ മാറ്റി റെഡിയായി സെറ്റപ്പായി നിൽക്കണം. അപ്പോൾ എന്തായാലും അടിച്ചു വരുന്ന പരിപാടികളും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചെയ്ത് ഒരു 9:30-10 മണിയാകുമ്പോഴത്തേക്കും നമ്മളെ പണികളും കാര്യങ്ങളൊക്കെ കഴിയിട്ട് ഉച്ചവരെയുള്ള ഭക്ഷണത്തിൻ്റെ കാര്യമാണെങ്കിലും ക്ലീനിങ്ങിൻ്റെ കാര്യമാണെങ്കിലും ഇപ്പോൾ ഇതിലും നേരത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് എന്താ പറയുക, വീട്ടിൽ കുത്തിരിക്കുന്ന നമ്മളെ വീട്ടമ്മമാരെ സംബന്ധിച്ചിട്ട് കുറച്ച് മടി കൂടുതലുള്ള ആൾക്കാരാണല്ലേ. മടി എന്നല്ലെങ്കിൽ ഒരു മാറ്റി വെക്കാനുള്ള ശീലം കുറച്ച് കൂടുതലുള്ള ആൾക്കാരാണ്. ആ സമയം ഉണ്ടല്ലോ, നമ്മളെ കയ്യിൽ സമയം ഉണ്ടല്ലോ, കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെക്കുന്ന ആൾക്കാരാണ് നമ്മളല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ പണികളൊക്കെ ഇങ്ങനെ നീണ്ടു പോകും. നമ്മൾ വിചാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 7:30 8 മണിക്കൊക്കെ ജോലി സ്ഥലത്ത് എത്തുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഓരോ നമ്മളെ പോലെ തന്നെയല്ലേ. അപ്പോൾ ഓരോ പണികളൊക്കെ ഒരു ഷെഡ്യൂൾ വെച്ച് ആ ഒരു ടൈം ലിമിറ്റിൻ്റെ ഉള്ളിൽ നിന്നിട്ട് പണികളൊക്കെ ചെയ്ത് തീർത്ത് ഒരു റൊട്ടീനായിട്ട് കൊണ്ടുപോകുന്നതിനെ കൊണ്ടാണ് ഓർക്കത് ഫോളോ ചെയ്യാൻ പറ്റുന്നത്. നേരെ മറിച്ച് നമ്മളാണെങ്കിൽ ഇത് പറഞ്ഞ പോലെ തന്നെ സമയം ഉണ്ടല്ലോ, നേരം വരെ സമയം ഉണ്ടല്ലോ, രാത്രി വരെ സമയം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ നീട്ടി വെക്കും. അപ്പോൾ നമുക്ക് ചെയ്ത് തീർക്കാനുള്ള പണികളൊക്കെ ഇതുപോലെ വേഗം ചെയ്ത് തീർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കായിട്ട് സമയം കണ്ടുപിടിക്കാനൊക്കെ നമ്മൾ വിചാരിച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റും, നടക്കുന്ന കാര്യമാണ്. അതിൽ നമ്മൾ ഓരോരോ എക്സ്ക്യൂസ് കണ്ടുപിടിക്കും. എക്സ്ക്യൂസ് കണ്ടുപിടിക്കാൻ നമ്മൾ ആൾക്കാർ പുലികളാണല്ലോ. അപ്പോൾ ഇങ്ങനെ മാറ്റി വെക്കുക എന്നുള്ള ആ ഒരു രീതി മാറാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ എടുത്ത് അല്ലെങ്കിൽ ഞാൻ തന്നെ എൻ്റെ മനസ്സിന് സെറ്റ് ചെയ്തൊരു കാര്യമാണ് 10 മണി എന്നുള്ളൊരു സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സമയം ബാക്കി എന്ത് പണിത്തിരക്കാണ് എന്ത് കാര്യമാണെന്നുണ്ടെങ്കിൽ അതൊക്കെ അവിടെ വെച്ചിട്ട് ആ ഒരു സമയം നമ്മൾ ജോലിക്ക് പോണ പോലെ ഇരുന്ന് കുറച്ച് യൂട്യൂബിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം ഇരിക്കും എന്നുള്ളത് ആ ഒരു വർക്കായിട്ട് തന്നെ. നമ്മളിപ്പോൾ ജോലിക്ക് വേറൊരു സ്ഥലത്ത് പോയി ഇരുന്ന് വർക്ക് ചെയ്യുന്നതിന് പകരം നമ്മളെ വീട്ടിൽ തന്നെ ആ ഒരു സമയമാകുമ്പം കറക്റ്റ് ആ ഒരു സമയത്ത് ഞാൻ ജോലി ചെയ്യുന്ന ആ ഒരു രീതിയിൽ തന്നെ ഇരിക്കും എന്നുള്ളത് കണക്കാക്കണതിനെ കൊണ്ട് തന്നെ ആ ഒരു 10 മണി എന്നുള്ള സമയത്തിനുള്ളിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തീർക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം വന്ന് പറയാം. ഒരു സമയം വെക്കുക, ആ ഒരു സമയത്തിനുള്ളിൽ ഇപ്പോൾ 9 മണി 10 മണി അല്ലെങ്കിൽ 11 മണി ആയിക്കോട്ടെ. 11 മണി എന്നുള്ള ആ ഒരു സമയം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയം സ്ട്രിക്റ്റ് ആയിട്ട് നമ്മളൊരു ജോലിക്ക് പോണ പോലെ, അതിപ്പോൾ PSC പഠിക്കാനാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ടാണോ, ഇനിയിപ്പോൾ ഈ ഷെയർ മാർക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അല്ലേ. അതിലേക്ക് പഠിച്ച് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ അതിലേക്ക് ഓരോരോ കാര്യങ്ങൾ നമ്മൾ എന്ത് കാര്യത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിലും അതിനെപ്പറ്റി നമ്മൾ പഠിക്കണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇനിയിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങേണ്ട കാര്യമാണെങ്കിലും അത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സമയം, അത് നമ്മളൊരു വർക്ക് ചെയ്യണ പോലെ തന്നെ ഒരു സമയം സെറ്റ് ചെയ്യുക. ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ ബാക്കിയുള്ള പണികളൊക്കെ നമുക്ക് ചെയ്ത് തീർക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്ത് വെച്ചാലല്ലേ നമുക്ക് മനസ്സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതേ രീതിയിൽ ഒരു ടൈം സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റും. മാറ്റി വെക്കേണ്ട ആ ഒരു പ്രവണത നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നമ്മളെ വർത്താനത്തിനിടയ്ക്ക് നമ്മളെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഇങ്ങോട്ട് എത്തിക്കണേ വടകര നിക്ഷാൻ ഇലക്ട്രോണിക്സിലേക്കാണ് കേട്ടോ നമ്മൾ പോണത്. അപ്പം നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് ഏകദേശം എന്താണ് പരിപാടി എന്നുള്ളതൊക്കെ കത്തിയിട്ടുണ്ടാവും. നിങ്ങൾ തന്നെ കുറേ സബ്സ്ക്രൈബേഴ്സ്, ഒരു 3-4 സബ്സ്ക്രൈബേഴ്സ് എന്നോട് പറഞ്ഞിട്ട് അബി അടുത്തൊരു പ്രാവശ്യം യൂട്യൂബ് പണി കിട്ടുന്ന സമയത്ത് ഒരു വാഷിംഗ് മെഷീൻ വാങ്ങണേന്ന്. അപ്പോൾ എന്തായാലും എന്നാൽ പിന്നെ അതങ്ങോട്ട് വാങ്ങിക്കളാന്ന് വിചാരിച്ച് അപ്പോൾ വാഷിംഗ് മെഷീൻ എടുക്കാൻ നമ്മൾ വന്നതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ സെലക്ട് ചെയ്തത്. ഈ ഒരു വേൾപൂളിൻ്റെ ഈ ഒരു മോഡലാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ഈ ഒരു കളർ തന്നെയാണ് കേട്ടോ നമ്മൾ സെലക്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഇതിന് റേറ്റ് എത്രയായത് 9,500 9,500 എന്താ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് 9,500 എന്തായാലും 10ൻ്റെ ഉള്ളിലാണ് ആയത്. ആ ഒരു റേറ്റിനാണ് നമുക്ക് കിട്ടിയത് കേട്ടോ. ഇവിടെ കുറേ സ്പെഷ്യൽ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടേന്. അപ്പോൾ എന്തായാലും നമ്മൾ വേൾപൂളിൻ്റെ ആ ഒരു സെമി ഓട്ടോമാറ്റിക് മെഷീൻ തന്നെയാണ് കേട്ടോ എടുത്തത്. പിന്നെ വാഷിംഗ് മെഷീനാണ് നമ്മൾ വാങ്ങാൻ പോയതെന്നുണ്ടെങ്കിലും ബാക്കിയൊക്കെ കാണാൻ പൈസ എടുക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജോ അതിൻ്റെ വിലയും അതും ഇതൊക്കെ നോക്കി ഇങ്ങനെ നടക്കുക. അപ്പോൾ ഏട്ടൻ പറഞ്ഞ് നമ്മൾ പച്ചക്കറി വാങ്ങാനല്ലേ വന്നത്, അത് വേണമെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ നമുക്കതൊന്നും ആവശ്യമില്ല. വേറെ കാര്യം ആവശ്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ എല്ലാ സംഗതിയും നമുക്ക് ആവശ്യമുള്ള സംഗതികളായിരിക്കും ഒരു ഷോപ്പിലേക്ക് കയറി കഴിഞ്ഞാൽ. അപ്പം നമ്മളെന്തായാലും വാഷിംഗ് മെഷീൻ വാങ്ങി അതൊക്കെ റെഡിയാക്കി സെറ്റാക്കിയതാ. ഈ മോഡലാണ് കൊടുത്തത്. 12,500 ഒരു റേറ്റ് ഇട്ടത്. പിന്നെ അതിൽ ഡിസ്കൗണ്ടൊക്കെ ചെയ്ത് പിന്നെ ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോ വിളിച്ച് പറഞ്ഞപ്പോൾ പിന്നെ ഒരു 1000 രൂപ ഡിസ്കൗണ്ട് കിട്ടി. അങ്ങനെ എല്ലാം കൂടി ആയിട്ട് 10ൻ്റെ ഉള്ളിലാണ് ആയതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെ അതൊക്കെ വാങ്ങി തിരിച്ച് അപ്പോൾ ഒരു ഫ്രീ ഡെലിവറി ഈ ഒരു ഏരിയൻ്റെ ഉള്ളിൽ ഓരോ ഡെലിവറി ഏരിയൻ്റെ ഉള്ളിലായതുകൊണ്ട് ഫ്രീ ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ പൈസയൊക്കെ കൊടുത്ത് സെറ്റിൽ ചെയ്ത് ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് നല്ലൊരു അടിപൊളി കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ച്
ഈ കരിമ്പ് ജ്യൂസ് അങ്ങോട്ട് കുടിച്ചപ്പോഴത്തേക്ക് എന്നെ ക്ഷീണം ഏത് വഴിക്കാണ് പോയതെന്ന് അറിയില്ല കേട്ടോ. നല്ല സുഖമുള്ള എന്താ പറയുക, ഒരു ഇളം തണുപ്പിൽ ആ ഒരു കരിമ്പ് ജ്യൂസ് അങ്ങോട്ട് കുടിച്ചപ്പോഴത്തേക്ക് അടിപൊളിയേനി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇതാ നേരെ ഞങ്ങൾ ഡേ മാർട്ടിലേക്കാണ് പോയത്. ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങിയാലാണ് കേട്ടോ എനിക്കൊരു തികച്ചിലുണ്ടാവുകയെന്ന് അറിയില്ല. നമ്മൾ അങ്ങനെ ഒരു തികച്ചിൽ കിട്ടുക ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങിയാലാണ്. അപ്പോൾ അങ്ങനെ ഇതാ കുറച്ച് സാധനങ്ങൾ ലിസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. അത് കഴിഞ്ഞിട്ട് ഒരു സ്ക്രബ്ബർ എടുക്കണമെങ്കിൽ നമ്മളിതാ ഈ മേലേക്ക് വരണം കേട്ടോ. അവിടെ അതെന്താ ഒരു ഐഡിയ ആണ്, ഈ സ്ക്രബ്ബർ താഴെ വെച്ചാൽ മതി, പക്ഷേ മേലേക്ക് വരുമ്പോഴാണ് വേറെ ഓഫറിലുള്ള കുറേ ക്രോക്കറി ഐറ്റംസ് ഒക്കെ നമ്മൾ കാണുക. അപ്പോൾ അങ്ങനെ കാണുമ്പോഴാണ് നമ്മൾ അത് വാങ്ങാം. അല്ലാണ്ട് അത് വാങ്ങാനായിട്ട് ഇപ്പം മേലേക്ക് ആൾക്കാർ വരില്ല. അപ്പോൾ അതാണ് ഒരു ഐഡിയ. പക്ഷേ അതിലൊന്നും നമ്മൾ വിഴുകൂല മക്കളെ. നമ്മൾ വേറെ പോയി സ്ക്രബ്ബർ എടുത്ത് ഇങ്ങോട്ട് പോകുന്നു. പല പല ഓഫറും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും വാങ്ങാനുള്ള പൈസ നമ്മളെ കയ്യിലുണ്ടെങ്കിലല്ലേ നമ്മളത് ചിന്തിക്കുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലെത്തിക്കണം. അപ്പോൾ വാങ്ങിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഞാനൊന്ന് കാണിക്കട്ടെ. ഇതിപ്പോൾ ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ അങ്ങനെ കണക്കാക്കിയിട്ടൊന്നല്ല വാങ്ങിയത്. നമ്മളെ കയ്യിലുള്ള പൈസക്ക് കുറച്ച് സാധനങ്ങൾ ഒരു 2 ആഴ്ച 3 ആഴ്ചയൊക്കെ ഓടാനുള്ള സാധനങ്ങൾ ഉണ്ടാവും കേട്ടോ. പിന്നെ കുറച്ച് ഇവിടെ ഉള്ള സാധനങ്ങളും ഉണ്ട്. അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിയതാണ്. അപ്പോൾ നമ്മൾ വാങ്ങിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുകയാണെങ്കിൽ ഇത് ഈ ഒരു ടവലുണ്ടല്ലോ, നമ്മൾ വാഷ് ബേസിൻ്റെ ഒക്കെ അടുത്ത് നമുക്ക് ഇടാൻ പറ്റുന്ന അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഒരു 3 എണ്ണത്തിൻ്റെ ഈ ഒരു പാക്കിന് 150 കേട്ടോ വരുന്നത്. നല്ല ക്വാളിറ്റി സാധനമാണ്. പിന്നെ 2 ബാത്റൂം ക്ലീനിങ്ങിൻ്റെ ബ്രഷിന് 100 രൂപ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അത് രണ്ടും ഞാൻ നമ്മളെ പോയിന്റ് ഉണ്ടാവുമല്ലോ, കാർഡിൽ പോയിന്റ് കിട്ടും ഇങ്ങനെ അവിടുന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ. അപ്പോൾ ആ ഒരു പോയിന്റിന് വാങ്ങിയതാണ്. പിന്നെ അതാ സോയാബീൻ കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതൊരു ആസ്ഥാന സാധനമാണല്ലോ, സോയാബീൻ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഫ്രൈ ചെയ്യാന്നുള്ളത്. അപ്പോൾ അങ്ങനെ സോയാബീൻ്റെ ചെറിയ ബോളായിട്ടുള്ളത് വാങ്ങി. പിന്നെ അവിൽ വാങ്ങി. അവിലാകുമ്പോൾ നമുക്ക് പഴമൊക്കെ ഉണ്ടെങ്കിൽ വേഗം കുട്ടികൾക്ക് വിശക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് ഒന്ന് സുഖമില്ലാണ്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണല്ലോ. കുറച്ച് തേങ്ങ ചിരയിട്ട് കൊടുത്താൽ കുട്ടികൾക്ക് വേഗം കൊടുക്കല്ലോ. പിന്നെ ശർക്കര വാങ്ങി അതിലേക്ക് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഒരു എസൻസ് ഉണ്ടേന്, വാനില എസൻസ് തീർന്നു പോയതുണ്ടേന് കേട്ടോ. അപ്പോൾ അതൊന്ന് വാങ്ങി. പിന്നെ മമ്പയർ, അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിൽ, പിന്നെ റവ, അതുപോലെ കടല, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് കേട്ടോ. കടല, പട്ടാണി കടല. പിന്നെ ഇത് നമ്മളെ തേങ്ങ തീരാനായി. അപ്പം ഞാൻ വിചാരിച്ച് ഒരു 2 അഥവാ ഇപ്പോൾ കറണ്ട് പോകുക അല്ലെങ്കിൽ തേങ്ങ ഇല്ലാത്ത ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് പെട്ടെന്ന് എടുക്കല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോക്കനട്ടിൻ്റെ മിൽക്ക് കിട്ടില്ല. കോക്കനട്ട് മിൽക്ക് പൗഡറാണ് കേട്ടോ, മിൽക്കല്ല കോക്കനട്ട് മിൽക്ക് പൗഡറാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ പാക്ക് കണ്ടപ്പോൾ ഞാനൊന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതൊരു 2 പാക്ക് വാങ്ങി. പിന്നെ എന്താ പറയുക, നെയ്യ്, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഗ്രീൻ പീസ്, പിന്നെ ഈസ്റ്റ് വാങ്ങി. ഒന്ന് വെള്ളപ്പം ഒന്ന് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ച്. ഒരു വെള്ളപ്പം തിന്നാനൊരു കൊതി പോലെ. അപ്പം ഞാൻ വിചാരിച്ച് ഈസ്റ്റ് ഇട്ടിട്ട് അങ്ങനെ വെള്ളപ്പം ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. പിന്നെ സ്ക്രബ്ബറുകൾ, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെയാണ് വാങ്ങിയത്. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു മാസത്തേക്ക് അങ്ങനെ കണക്കാക്കി വാങ്ങിയതല്ല. ഏകദേശം നമ്മൾ ആ ഒരു മെനു ലിസ്റ്റ് റെഡിയാക്കി വെച്ചിട്ട് അതിൽ വേണ്ട സാധനങ്ങൾ അങ്ങനെ നോക്കി വാങ്ങിയതാണ് കേട്ടോ. ഒരു 2 ആഴ്ച അല്ലെങ്കിൽ ഒരു 3 ആഴ്ച അങ്ങനെയൊക്കെ ഓടാനുള്ള സംഗതികളുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് സാധനങ്ങളും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഏകദേശം സാധനങ്ങളൊക്കെ വാങ്ങി അതൊക്കെ ഒന്ന് റീഫിൽ ചെയ്ത് അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ചോറൊക്കെ തിന്ന് ചെറിയൊരു ഉറക്കമൊക്കെ ഉറങ്ങി. അപ്പോഴത്തേക്ക് ഇനിയിപ്പോൾ കുട്ടികൾ വരാൻ സമയമായിട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അവർക്ക് വൈകുന്നേരം വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം. വരുമ്പോൾ തന്നെ 2 ആളും ചോദിക്കുക എന്താ അമ്മ വൈകുന്നേരം ചായക്ക് എന്താണെന്നാണ് ചോദിച്ചിട്ട് വരാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും ജ്യൂസ് അങ്ങനെ എന്തെങ്കിലും കൊടുത്താലും മതി. അപ്പം ഞാൻ ഇപ്പം തണുത്ത അങ്ങനെ കൊടുക്കണ്ടെന്ന് വിചാരിച്ച്, പനിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അത് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ച് ബ്രെഡ് വാങ്ങിയിട്ട് വരുമ്പം അപ്പോൾ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഒരു ഈവനിങ് സ്നാക്കിലൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും. തേങ്ങാപ്പാൽ എടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ തേങ്ങാപ്പാൽ നമ്മൾ പറഞ്ഞ പോലെ തേങ്ങാപ്പാലിൻ്റെ ആ ഒരു പൗഡർ വാങ്ങാൻ കിട്ടില്ല, അതുകൊണ്ടാക്കിയാലും മതി. ഇനിയിപ്പം തേങ്ങാപ്പാൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളെ പാലുണ്ട്, പശുവും പാലിൽ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇതിൻ്റെ ആ ഒരു കോമ്പിനേഷൻ നല്ലൊരു ടേസ്റ്റ് വരിക തേങ്ങാപ്പാലിൽ തന്നെ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ അതിലേക്ക് 2 മുട്ട ഒഴിച്ച് പിന്നെ അതിലേക്ക് പഞ്ചസാര ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. പഞ്ചസാരൻ്റെ ആ ഒരു മധുരം നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കണം കേട്ടോ. ബ്രെഡിലും കൂടി മുക്കിയിട്ട് ആ പൊരിക്കുന്ന സമയത്ത് ആ ഒരു ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ആ ഒരു മിക്സ് ചെയ്യണ സമയത്ത് കുറച്ചൊന്ന് ആ ഒരു മധുരം മുന്നിട്ട് നിൽക്കണം. ബ്രെഡും കൂടി മിക്സ് ചെയ്യാനുള്ള ആ ഒരു കണക്കാക്കിയിട്ട് കുറച്ച് മധുരം മുന്നിട്ട് നിൽക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു ഇത് കലക്കി വെച്ച ആ ഒരു തേങ്ങാപ്പാൽ കലക്കി വെച്ചല്ല ആ ഒരു മിക്സിലേക്ക് നമ്മൾ ബ്രെഡ് മുക്കിയിട്ട് ബട്ടർ തേച്ചെടുത്ത് പാന് ചൂടായി വന്നപ്പോൾ ബട്ടർ തേച്ചെടുത്തിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഒന്ന് മൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി ടേസ്റ്റിലുള്ള ഈവനിങ് സ്നാക്കാണ്. നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കലില്ല എന്നുണ്ടെങ്കിൽ അധികം ആൾക്കാർ ഉണ്ടാക്കി കൊടുക്കണതായിരിക്കും, എന്നാലും ഉണ്ടാക്കി കൊടുക്കലില്ല എന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കുട്ടികൾക്കൊന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്ക്. സിമ്പിളല്ലേ, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാനും പറ്റും. ഇതുപോലെ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും ചെയ്യും. മധുരമൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവുമല്ലോ, അപ്പം കുട്ടികൾക്ക് ഇഷ്ടമാവും ചെയ്യും. ഇതിലേക്ക് നമുക്ക് എസൻസ് ഉണ്ടെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുത്താൽ വേറൊരു ടേസ്റ്റാണ്. ഇനിയിപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ ഏലക്കായിൻ്റെ പൊടി ചേർത്ത് കൊടുത്താലും നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ.
അപ്പോൾ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. കട്ടനും കൂടി ഉണ്ടെങ്കിൽ ഉഷാറായി സംഗതി. അങ്ങനെ ഞങ്ങൾ ചായ കുടിയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു. അപ്പം ഞാൻ ഇന്നൊരു ഈവനിങ് വ്ളോഗ് വരെ എടുക്കാമെന്ന് വേണ്ടിയിട്ട് വിചാരിച്ചത്. അതൊക്കെ കഴിഞ്ഞപ്പോൾ കാണാം നമ്മളെ വാഷിംഗ് മെഷീൻ നമ്മളെ സ്ഥലത്ത് എത്തിക്കണേ. അപ്പോൾ രാത്രി ആയപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ അതും കൂടി ഇന്നത്തെ ഈ ഒരു വ്ളോഗ് തന്നെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. നാളെ എത്തുന്നതിന് പറഞ്ഞത്, പക്ഷേ ഇന്ന് രാത്രി തന്നെ നമ്മളവിടെ സ്ഥലത്ത് എത്തിക്കണേ. അപ്പം ഞാൻ ഷോപ്പിൽ നിങ്ങൾക്ക് കാണിച്ചെന്ന ആ ഒരു മോഡൽ തന്നെ, ആ ഒരു കളർ തന്നെ, വേൾപൂളിൻ്റെ ആ ഒരു മെഷീനാണ്. 7 kg മെഷീനാണ് ഇട്ടത്. അപ്പോൾ അങ്ങനെ സ്ഥലത്തെത്തി കഴിഞ്ഞപ്പോൾ മക്കൾക്ക് ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ അൺബോക്സ് ചെയ്യും, ഞങ്ങൾ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ അമ്മ എടുക്കും എന്ന് പറഞ്ഞിട്ട് രണ്ടാളും കൂടി നിന്നിട്ട് അൺബോക്സ് ചെയ്യാണ് കേട്ടോ. സംഗതി ഞാൻ ആദ്യം വിചാരിച്ചത് നമ്മളെ ഫ്ലിപ്കാർട്ടിൽ ബിഗ് ബില്യൺ ഡേയ്സിൻ്റെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു സമയത്ത് തോംസൺ, നമ്മൾ ടി വി വാങ്ങിയൊരു കമ്പനി ഉണ്ടല്ലോ, നമ്മൾ ടി വി ഓൺലൈനിൽ നിന്നാണ് വാങ്ങിയത്, തോംസൺ എന്ന് പറഞ്ഞിട്ടുള്ള. അത് നല്ല റിവ്യൂ ഒക്കെ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു തോംസൺ കമ്പനീൻ്റെ തന്നെ വാഷിംഗ് മെഷീൻ 7,500 ആ ഒരു റേഞ്ചിൽ കണ്ടിന്യൂട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ വാങ്ങിയാലോ എന്ന് വിചാരിച്ച് റിവ്യൂ എടുത്ത് നോക്കുമ്പോൾ ഭയങ്കര ശോചനീയമായ അവസ്ഥയിൽ ഇനി റിവ്യൂ കിടക്കണത്. അപ്പോൾ പിന്നെ എന്തായാലും റിസ്ക് എടുക്കണ്ട, നമുക്ക് ഷോപ്പിൽ തന്നെ പോയി വാങ്ങാമെന്നുള്ള അങ്ങനെ തീരുമാനിച്ചതാണ് കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മളെ വാഷിംഗ് മെഷീൻ നമ്മളെ വീട്ടിലെത്തിക്കണം. ഇനിയിപ്പോൾ ഇതിൻ്റെ കിരിപ്പിത്തിരി കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തു നോക്കുക, പിന്നെ അതുപോലെ ബുക്കൊക്കെ ഒന്ന് വായിച്ചു നോക്കുക, ഇൻസ്ട്രക്ഷൻ ബുക്കൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. അതൊക്കെയാണ് ഇനിയുള്ള പരിപാടിയും കാര്യങ്ങളും. അപ്പോൾ ശിഖമോക്ക് ഇതിൻ്റെ പെട്ടി കിട്ടിയപ്പോൾ തന്നെ ഓക്ക് നല്ല ഉഷാറായി. ഓള് അതുണ്ടാക്കണത് പറഞ്ഞിട്ട് ഓൾ അതിൻ്റെ തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഇത്രയൊക്കെ വിശേഷങ്ങളാണ് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ച കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഈ പോയവരൊക്കെ തിരിച്ചു വരാൻ സാധ്യത ഉണ്ട്. നമ്മൾ അധികം ലെങ്തി ആയിട്ട് ഭയങ്കര ഉഷാറാക്കി വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ പോയ ആൾക്കാരൊക്കെ തിരിച്ചു വരാൻ സാധ്യത ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഇൻഫെക്ഷൻ, തൊണ്ടയിൽ ആ ഒരു ഇൻഫെക്ഷൻ വന്നതിന് ശേഷം ഒരു ശ്വാസം കിട്ടാത്തതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട്, പിന്നെ ഒരൊറ്റ സ്ട്രക്ചറിൽ നമുക്ക് ഇരുന്ന് വർത്താനം പറയുന്ന ആ ഒരു രീതിയിൽ എനിക്ക് പറ്റണില്ല. ഇപ്പോഴും അത് റെഡി ആയിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വോയിസ് ഓവർ കേൾക്കുമ്പോൾ തന്നെ അറിയാം, കുറേ കാര്യങ്ങൾ ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ടാണ് വോയിസ് ഓവർ ചെയ്തത് തന്നെ. അപ്പോൾ എന്തായാലും നമ്മൾ റെസ്റ്റ് എടുക്കേണ്ട ഇടത്തിൽ നമ്മൾ റെസ്റ്റ് എടുക്കണമല്ലോ. അപ്പോൾ നമ്മൾ ആരോഗ്യം നോക്കേണ്ട സമയത്ത് നമ്മൾ ആരോഗ്യം ശ്രദ്ധിക്കണം. പിന്നെ സുഖമില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു നെഗറ്റീവ് ഇതിൽ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമുക്കും അതൊരു നെഗറ്റീവായിട്ട് തോന്നും. പിന്നെ കേൾക്കുന്നവർക്ക് ഒരു ഉഷാറുണ്ടാവില്ലല്ലോ. അപ്പോൾ നമുക്ക് നല്ലൊരു എനർജറ്റിക് ആയിട്ടുള്ള വീഡിയോസൊക്കെ കാണാനായിരിക്കുമല്ലോ ഇഷ്ടം ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് നമ്മൾ ആ ഒരു ബ്രേക്ക് എടുത്തത്. യൂട്യൂബിൽ നിന്ന് ഒരു 2 ആഴ്ചത്തോളം നമ്മൾ ബ്രേക്ക് എടുത്ത്. അപ്പോൾ എന്തായാലും ഇനിയുള്ള വീഡിയോസൊക്കെ നമുക്ക് ഉഷാറായിട്ട് വീഡിയോസൊക്കെ ചെയ്യാം. ഇതുപോലെ നല്ല നല്ല ടോപ്പിക്കും അതുപോലെ തന്നെ നിങ്ങളെ സജഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയണേ. പുതിയൊരു വീഡിയോയിൽ എന്തായാലും നമുക്ക് പുതിയ ഡേ ഇൻ മൈ ലൈഫും വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.